സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇത് വളരെ അനുഗ്രഹകരമായ ഒരു വേദഭാഗമാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തു വരുന്ന കർത്താവിനെ ഈ വാക്യത്തിലൂടെ കോരഹുത്രന്മാർ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ കഷ്ടതയുടെ സമയത്താണ് വാസ്തവത്തിൽ നമുക്ക് സഹായം ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ സുഖകാലത്ത് ഒരുപക്ഷെ നമുക്ക് അനേക കൂട്ടുകാരുണ്ടായിരിക്കാം. എന്നാൽ സങ്കടത്തിൻ്റെ കാലത്ത്, കഷ്ടതയുടെ കാലത്ത് കൂട്ടുകാരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്ന് കവിവാക്യം തന്നെ പറയുന്നുണ്ട്. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല എന്നാണ് കവിവാക്യം. അതുകൊണ്ട് സന്തോഷത്തിൻ്റെ കാലത്ത് ധാരാളം കൂട്ടുകാർ ഒരു പക്ഷെ നമുക്കുണ്ടായെന്ന് വരാം. എന്നാൽ നമ്മുടെ ദുഃഖകാലം വരുമ്പോൾ, സങ്കടകാലം വരുമ്പോൾ എല്ലാ കൂട്ടുകാരെയും കാണാൻ സാധിക്കുകയില്ല. അത് യാഥാർത്ഥ്യമായൊരു വസ്തുതയാണ്. എന്നാൽ ആ സമയത്തും നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, വളരെ പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് നാം അറിയാതെ നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ കഷ്ടതയുടെ സമയത്ത് നമ്മെ തലോടുന്ന ഒരു കരം നമുക്കുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഏതൊരു പ്രശ്നം വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. ഉദാഹരണമായി, ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്നാണ് കോരഹുത്രന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവത്തെയാണ് വാസ്തവത്തിൽ നാം ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടുന്നത്. 91-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിലും നാം ഇത് തന്നെയാണ് കാണുന്നത്. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. നോക്കുക, കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്നൊരു ദൈവത്തെയാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. കഷ്ടകാലം വരുമ്പോൾ നാം അറിയാതെ നമ്മുടെ അരികിൽ വന്നിരിക്കുകയും നമ്മെ തലോടുകയും ആശ്വസിപ്പിക്കുകയും നമ്മുടെ കണ്ണുനീര് ഒപ്പുകയും ഒക്കെ ചെയ്യുന്ന സ്വർഗീയമായ കരം നമുക്കുള്ളതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല എന്നാണ് കവിവാക്യം തന്നെ. സാമാന്യഗതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, സുഖകാലത്ത് ധാരാളം സുഹൃത്തുക്കളും സഹായികളും നമുക്കുണ്ട് എന്നുള്ളതത്രേ. എന്നാൽ കഷ്ടതയുടെ ഒരു കാലം വരുമ്പോൾ സുഹൃത്തുക്കൾ ഒന്നൊന്നായി മാറിപ്പോകുന്നത് നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും. ലോകത്തിൽ ധാരാളം തത്വസംഹിതകൾ ഉണ്ടായിട്ടുണ്ട്. ഈ തത്വസംഹിതകൾക്കോ പുരാണേതിഹാസങ്ങൾക്കോ നൽകുവാൻ സാധിക്കാത്ത ഒരു വലിയ സഹായം ഈ ദൈവവചനം നമുക്ക് നൽകുകയാണ്. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ഈ ദൈവവചനം സകല മനുഷ്യരെയും കാണിച്ചു തരുന്ന ഒരു വലിയ കാര്യമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള വിലയേറിയ രക്ഷയാണ്, നമ്മുടെ ആത്മരക്ഷയാണ്. അത് നാം ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കേണ്ടുന്നതായ കാര്യമാണ്. ഈ ലോകത്തേക്കാൾ വിലയേറിയ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നാം ജീവനോടെ ഇരിക്കുമ്പോൾ സാധിക്കേണ്ടുന്നതായ കാര്യമാണ്. അതെങ്ങനെയാണ് സാധിക്കുക? വിശ്വാസത്താൽ. ഒരു പൈസ പോലും മുടക്കാതെ വിശ്വാസത്താൽ മാത്രം സാധിക്കുന്ന ആത്മരക്ഷയെ സംബന്ധിച്ച് തിരുവെഴുത്ത് നമ്മോട് പറയുകയാണ്. എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം പേരെ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവവചനം ആധികാരികമായി പറയുന്നത് വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കാവുന്ന ഒരു വിലയേറിയ കാര്യമാണ് ആത്മരക്ഷ. ആരെയാണ് നാം വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശുവിനെ നാം വിശ്വസിക്കണം. അവിടുന്ന് ദൈവമായിരുന്നു. എന്നാൽ സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. ആ കർത്താവായ യേശുക്രിസ്തുവിൽ ആരെ വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യരക്ഷ ലഭിക്കുന്നു, അവരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നു. മരണാനന്തരം അവർ ദൈവത്തോടുകൂടെ നിത്യത മുഴുവൻ വാഴുന്നു. അങ്ങനെയുള്ളവർക്ക് കർത്താവ് അവരുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഈ കർത്താവിനെ വിശ്വസിച്ച് അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രത്യാശയുടെ പുത്തൻ പ്രഭാതത്തിൽ സ്വർഗപിതാവിന്റെ ഇമ്പസ്വരവുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. നീറിടുമ്പോ നൽസാക്കിയ ചാരേ വരും യേശു മാത്രം. ബലമില്ലാതെ ഞാൻ കുഴഞ്ഞിടുമ്പോ വചനത്താൽ എന്നെ സൗഖ്യമാക്കും.